നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങണിശ്ശേരി KCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധമുള്ള ഹൈക്കോടതി മാർഗരേഖയ്ക്ക് സുപ്രീം കോടതി സ്റ്റേ. ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് ജസ്റ്റിസ് നാഗരാജ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നാട്ടിക ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങണിശ്ശേരി KCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിലെ എല്ലാ ഇലക്ട്രിസിറ്റി ഓഫീസുകളുടെ മുൻപിലും വലിയ പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. ഇതുപോലെ വൈദ്യുതി ചാർജ് കൂട്ടിയ ഒരു കാലഘട്ടം, ഇത്രയും ഭീമമായ രീതിയിലേക്ക് കറണ്ട് ബില്ല് വർധനവുണ്ടാക്കിയ ഒരു കാലഘട്ടം ഇത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ഈ സർക്കാർ, പാവങ്ങളുടെ സർക്കാർ എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ, പട്ടിണി പാവങ്ങളുടെ സർക്കാർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ, സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സർക്കാർ എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ 1% പോലും അത് അതിശോക്തിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപമാനകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ മാറ്റിയെടുത്തവർ, ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് വെല്ലുവിളി ഉയർത്തുന്നവർ, ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ കഴിഞ്ഞ 8 വർഷക്കാലമായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ അപമാനകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ മാറ്റിയെടുത്ത കേരളത്തെ കൊള്ളയടിക്കുന്ന പിണറായി വിജയൻ നമ്മുടെ നാടിന് ബാധ്യതയാണ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. പിണറായി സർക്കാർ ജനദ്രോഹ നടപടികളാണ് നടത്തുന്നതെന്നും വില വർധനവ്, കറണ്ട് ചാർജ് വർധനവ് എന്നിവ കൊണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ KPCC ആഹ്വാന പ്രകാരം മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഒരു പൈസ കൂട്ടിയാൽ 1300 കോടി രൂപയാണ് ഇവിടെ കൂടുന്നത്. അത് 16 പൈസ കിട്ടിയാൽ എത്ര കോടി രൂപയാണ് ഗവൺമെന്റിന് വരുമാനം ഉണ്ടാകുന്നത്? ബഹുമാനിയായി അന്തരിച്ച നമ്മുടെ മുൻ മുഖ്യമന്ത്രി കരാർ ഒപ്പുവെച്ച 25 വർഷക്കാലത്തേക്ക് 2040 വരെ കരാർ ഒപ്പുവെച്ചത് 4 രൂപ 39 പൈസക്കാണ്. പിന്നീട് വന്ന ഗവൺമെന്റ്, പിണറായിയുടെ ഗവൺമെന്റ്, ഈ കരാറ് പിൻവലിച്ചുകൊണ്ട് കുത്തക മുതലാളിമാർക്ക്, അദാനി പോലുള്ള, ജിന്ദാൽ പോലുള്ള മുതലാളിമാർക്ക്, കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെച്ചുകൊണ്ട് ഇവിടെ ഭീമമായ ഒരു ചാർജ് ജനങ്ങളുടെ പേർ അടിച്ചേൽപ്പിക്കുകയാണ്. ജോൺ ഡാനിയൽ, CO ജേക്കബ്, KK അശോകൻ, K നന്ദകുമാർ, KV ദാസൻ, KR ചന്ദ്രൻ, K രാമചന്ദ്രൻ, പ്രിയൻ പെരിഞ്ചേരി, അശോക് കോമത്കാട്ടിൽ, സജീവൻ, VI ജോൺസൺ, അബൂബക്കർ MM, CK നന്ദകുമാർ, പരമശിവൻ CM, സിദ്ധാർത്ഥൻ KR, സന്ദീപ്, K രാജേഷ്, മോഹനൻ, KD അനൂപ്, ജോർജ് വീരംപുള്ളി, ബൈജു സെന്റ് ജോൺ, കുട്ടികൃഷ്ണൻ നടുവിൽ, ഉമ്മർ, അബ്ദുൽ കരീം, മജീദ് മുത്തുള്ളിയാൽ, സുജിഷ കള്ളിയത്ത്, ഷൈജ വിനോദ്, മിനി ജോസ്, CK വിനോദ്, സുജിത് കുമാർ, സുബിത എന്നിവർ നേതൃത്വം നൽകി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി മാർഗരേഖയ്ക്ക് സുപ്രീം കോടതി സ്റ്റേ. ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് ജസ്റ്റിസ് നാഗരാജ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ദേവസ്വങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം.
തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഹർജിയിലാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. 250 വർഷങ്ങളായി നടക്കുന്ന ആചാരമാണ് തൃശൂർ പൂരമെന്നും എല്ലാ നിയമങ്ങളും അനുസരിച്ചാണ് തൃശൂർ പൂരം അടക്കമുള്ളവ സംഘടിപ്പിക്കുന്നതെന്നും ദേവസ്വം കമ്മിറ്റികൾക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. മറ്റുള്ള പരാതികൾക്കൊന്നും തൃശൂർ പൂരം അടക്കമുള്ളവ ഇടയാക്കിയിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് അപ്രായോഗികമാണെന്ന് സിബൽ കോടതിയെ ധരിപ്പിച്ചു. മാത്രമല്ല, യുനെസ്കോയുടെ പട്ടികയിലുള്ള വലിയൊരു ആചാരപരമായ ചടങ്ങാണ് പൂരത്തിൻ്റെതെന്നും പ്രധാനമായും കപിൽ സിബൽ വാദത്തിൽ വ്യക്തമാക്കി. തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമല്ലെന്ന് തോന്നുന്നുവെന്ന് ജസ്റ്റിസ് നാഗരാജ് പ്രതികരിച്ചു. ആന ഉടമകൾക്കും സംസ്ഥാന സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. നാട്ടിക ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. 250ഓളം പേർ പങ്കെടുത്ത മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പോലീസ് കെട്ടിയ ബാരിക്കേഡ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, PI ഷൗക്കത്ത് അലി, P വിനു, PM സിദ്ദീഖ്, ഹിറോഷ് ത്രിവേണി, CM നൌഷാദ്, സുനിൽ ലാലൂർ, VR വിജയൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ടെമ്പിൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷ്യബോധത്തോടെയുള്ള കഠിന പരിശ്രമവും സ്ഥിരതയും ഉണ്ടെങ്കിൽ ജീവിത വിജയം നേടാനാകുമെന്ന് ഒട്ടേറെ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാരനും മാനേജ്മെന്റ് ചിന്തകനും ആർട്ട് ക്യൂറേറ്ററുമായ ഡോക്ടർ അജയകുമാർ പറഞ്ഞു. മീഡിയ ഫോർ സംപ്രേഷണം ചെയ്യുന്ന മൈൽസ് ടു ഗോ എന്ന പരിപാടിയുടെ ഭാഗമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 95% ആളുകളും അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തിന് പ്രാധാന്യം നൽകുന്നില്ല. 5% ആളുകൾ പ്രാധാന്യം നൽകി നേട്ടം കൈവരിക്കുന്നു. സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ 95% ആളുകളിൽ ഉൾപ്പെടാതെ ജീവിത വിജയം നേടിയ 5% ആളുകളിൽ ഉൾപ്പെടാനാകൂ എന്നും ഡോക്ടർ അജയകുമാർ പറഞ്ഞു. ഈ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രം നാം ശ്രദ്ധിച്ചാൽ ജീവിത വിജയം നേടാം ആർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 95% ആളുകളും അവരുടെ ജീവിതത്തിൽ കൺസിസ്റ്റൻ്റ് അല്ല. കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രം നിങ്ങൾക്ക് ഈ 95% ആളുകളെക്കാളും ബെറ്ററായി ആ 5% ആളുകളുടെ അടുത്ത് ആ ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിക്കും. ഈ ലോകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെയോ അല്ലെ ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യം മാത്രമല്ല. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വിജയത്തിൽ ഏറ്റവും പ്രധാനമാണ്. നമുക്ക് ഒരു ആശയം മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആശയത്തിന് വേണ്ടി ആരെയൊക്കെ നമുക്ക് നമ്മുടെ കൂട്ടായ്മയിൽ ചേർക്കാം, അവരുടെ ഒപ്പം പ്രവർത്തിക്കാം, അവരുടെ നല്ല വശങ്ങൾ എടുക്കാം, കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെ ഏത് പ്രോജക്റ്റ് വേണമെങ്കിൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിത അനുഭവം എന്നെ പഠിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഉപദേശം കൊടുക്കാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിത അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാനിവിടെ നിന്ന് പ്രീ ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് ബോംബെയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമില്ലാത്ത ആൾ പോലും വളരെ നാച്ചുറലായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു.
നമ്മുടെ നാട്ടിലെ നല്ല ഒരു എബവ് ആവറേജായി പഠിച്ച അത്യാവശ്യം വായനയുള്ള എനിക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആദ്യത്തെ ദിവസങ്ങളിലെ കാര്യമാണ് പറയുന്നത്. അപ്പം അന്ന് എൻ്റെ ക്ലാസ്സിലെ ടീച്ചർ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷേ ഗ്രാമറിലോ അല്ലെങ്കിൽ എഴുതാനോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ സംസാര ഭാഷ വരുമ്പോൾ എന്തുകൊണ്ടോ എനിക്ക് മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല അന്ന്. അത് ഇന്നും നമ്മുടെ നാട്ടിലെ സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് എനിക്ക് തോന്നിപ്പോയത് പെരുവനം ഇൻ്റർനാഷണൽ വില്ലേജ് ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ ഡോക്ടർ കിരൺ ബേഡി മാമും നമ്മുടെ സ്കൂളിൽ ചേർപ്പ് CNN BHS സ്കൂളിലെ കുട്ടികളുമായിട്ടുള്ള ഒരു സംഭാഷണം, ഒരു കമ്മ്യൂണിക്കേഷൻ സെഷൻ വെച്ചിരുന്നു. അപ്പോൾ മാം കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം കുട്ടികളുടെ ചോദ്യങ്ങൾ, മാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം പറയുന്നത്. ആ സെഷനിൽ പല കുട്ടികൾക്കും വളരെ നല്ല ആശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കാനായിട്ട് സാധിക്കാൻ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു വലിയ ന്യൂനതയായിട്ട് ഞാൻ കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ മാതൃഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാളം എല്ലാവരും പഠിച്ചിരിക്കണം. നമ്മുടെ സംസ്കാരം പുറത്ത് വിദേശത്ത് പോയാലും നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ അതേ സമയം തന്നെ പ്രധാനമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലുള്ള നമ്മുടെ പരിജ്ഞാനം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നുള്ളത് എഴുതാനും വായിക്കാനോ അല്ലെങ്കിൽ വലിയ പുസ്തകങ്ങൾ വായിക്കാനോ മാത്രമല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാം ആ 95% ആളുകളിൽ നിന്നും വ്യത്യസ്തമായി വീണ്ടും ആ 5%ത്തിലേക്ക് നമ്മൾ മാറും. നമ്മളുടെ തന്നെ ഒരു ലെവൽ ഉയർത്തപ്പെടും. CPIM ഒല്ലൂർ ഏരിയ സമ്മേളനം 2024 ഡിസംബർ 21, 22, 23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21, 22 തീയതികളിൽ മരോട്ടിച്ചാൽ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ, PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, KV നഫീസ തുടങ്ങിയവർ പങ്കെടുക്കും. 8 ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ലോക്കൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അടക്കം 149 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 23-ന് വൈകിട്ട് ചെറുകുന്നിൽ നിന്ന് ബഹുജന മാർച്ചും റെഡ് വളണ്ടിയർ മാർച്ചും ആരംഭിച്ച് വെട്ടുകാട് സെന്ററിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും. തുടർന്ന് കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ NN ദിവാകരൻ, KV സജു, PG ഷാജി, KV ജനാർദ്ദനൻ, NN രാജേഷ് എന്നിവർ സംസാരിച്ചു. 126 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് തുടർന്ന് 8 ലോക്കൽ സമ്മേളനങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. CPIM ഒല്ലൂർ ഏരിയ സമ്മേളനം ഈ വരുന്ന ഡിസംബർ 21, 22, 23 തീയതികളിലായി മരോട്ടിച്ചാലിൽ വെച്ചും വെട്ടുകാട് വെച്ചും നടക്കുകയാണ്. 21, 22 തീയതികളിൽ ഈ ഏരിയയിലെ വിവിധ ലോക്കലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 130 പ്രതിനിധികൾ ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 149 പ്രതിനിധികൾ 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ 3 വർഷക്കാലത്തെ CPIMന്റെ പ്രവർത്തനാനുഭവങ്ങളെ വിലയിരുത്തി ഈ ഏരിയക്കകത്ത് CPIMന്റെ മുന്നോട്ട് പോക്കിന് ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും കൈക്കൊണ്ടു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് AC മൊയ്തീനാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് MM വർഗീസ് ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾ കൂടി സമ്മേളനത്തിൽ പങ്കാളികളാകുന്നു. ചേർപ്പ് മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ ക്രിസ്തുമസ് ആഘോഷിച്ചു. കുട്ടികൾക്കായി ക്രാഫ്റ്റ് നിർമ്മാണം, വിവിധ ഇനം കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്കായി വിവിധ ഇനം സീസണുകൾ ഒരുക്കി അതിന്റെ പ്രദർശനവും നടന്നു.
അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവണിശ്ശേരി ഫെസ്റ്റ് 2024 ഡിസംബർ 21 വൈകിട്ട് 4 മണിക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് PG വേണുഗോപാൽ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും. 22 വൈകിട്ട് 6:30 തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവണിശ്ശേരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പുല്ലാങ്കുഴൽ വാദനത്തിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ മുരളി നാരായണൻ പുല്ലാങ്കുഴൽ വായിച്ച് കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 22 മുതൽ 31 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ ഗാനമേളകൾ, നാടൻപാട്ട്, ഗസൽ സന്ധ്യ, ഫ്യൂഷൻ, നൃത്യങ്ങൾ തുടങ്ങിയ നിരവധി കലാപരിപാടികൾ അരങ്ങേറും. മുലനേഴി സ്മാരക നാടകോത്സവത്തിൽ കേരളത്തിലെ പ്രശസ്തരായ നാടക സംഘങ്ങൾ പങ്കെടുക്കും. അവണിശ്ശേരിയിലെ പഴയകാല നാടക സംഘടനാ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിക്കും. നാടകോത്സവത്തിൽ പുരസ്കാര ജേതാക്കളായ വിദ്യാധരൻ മാസ്റ്റർ, ശശിധരൻ നടുവിൽ എന്നിവരെ ആദരിക്കും. 23 വൈകിട്ട് 5 മണിക്ക് കവി സമ്മേളനം നടക്കും. നാടകോത്സവത്തിൽ ഡിസംബർ 22 രാത്രി 9 മണിക്ക് പരിയാരം നാടക സംഘം അവതരിപ്പിക്കുന്ന മല്ലനും മാദേവനും നാടകം, ഡിസംബർ 23 രാത്രി 9 മണിക്ക് നാടകഗ്രാമം കോഴിക്കോട് അവതരിപ്പിക്കുന്ന ആയമ്മ എന്ന നാടകം, ഡിസംബർ 24 അഭിനയ നാടക സമിതി കുറ്റൂർ അവതരിപ്പിക്കുന്ന മക്ബറ, ഡിസംബർ 25 രാത്രി 9 തിരുവനന്തപുരം ജാലകം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഘോറ, ഡിസംബർ 26 പല്ലിശ്ശേരി അമ്മ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന കാഫ്കയുടെ കൂട്ടുകാരൻ, ഡിസംബർ 27 9 മണിക്ക് അങ്കമാലി ഹോം തിയേറ്റർ റിയാലിറ്റി അവതരിപ്പിക്കുന്ന ഗാർഗി, ഡിസംബർ 29 രാത്രി 9 മണിക്ക് കൊടുങ്ങല്ലൂർ രാംരാഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ ഒരുക്കുന്ന നീലപ്പായസം, ഡിസംബർ 30 രാത്രി 9 മണിക്ക് തൃപ്പൂണിത്തുറ തേടൽ തിയേറ്റർ അവതരിപ്പിക്കുന്ന കൂവാങ്കം തുടങ്ങിയ നാടകങ്ങൾ മത്സര വിഭാഗത്തിൽ പങ്കെടുക്കും. ഡിസംബർ 31 നടക്കുന്ന സമാപന ദിവസം വൈകിട്ട് 7 മണിക്ക് അവണിശ്ശേരിക്കാരുടെ തനത് നാടകം അസുരതാളം എന്ന നാടകവും അരങ്ങേറും. പത്രസമ്മേളനത്തിൽ അവണിശ്ശേരി ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി, പ്രസിഡന്റ് PG വേണുഗോപാൽ, ജനറൽ കൺവീനർ ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, ജനറൽ സെക്രട്ടറി ശൈലേഷ് കുമാർ, ഫൈനാൻസ് കൺവീനർ തിലകൻ പുളിങ്കുഴി എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം ആചരിച്ചു. അറബിക് എക്സിബിഷൻ വാർഡ് മെമ്പർ ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. KAMA സംസ്ഥാന പ്രസിഡന്റ് ജാഫർ മുഖ്യ അതിഥിയായി. തൃശൂർ ഡയറ്റ് ലെക്ചറർ മുഹമ്മദ് റാഫി അറബിക് ദിന സന്ദേശം നൽകി. ചടങ്ങിൽ ചേർപ്പ് ഉപജില്ല LP വിഭാഗം അറബിക് കലോത്സവത്തിൽ വിദ്യാലയത്തിന് ഓവറോൾ ഫസ്റ്റ് നേടിക്കൊടുത്ത അറബി അധ്യാപകൻ അബ്ദുൽ അഹമ്മദിനെയും മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് VD ലതിക, സ്റ്റാഫ് സെക്രട്ടറി പ്രിയ, നിർമ്മല PP, രാജി KA, ഗീഷ് വർഗീസ്, ബിന്ദുജ, ശീതൾ ഹരീഷ്, രഞ്ജിനി, ഷാരി ചന്ദ്രൻ, നിജി തോമസ്, ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കലാകാരന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു വരുന്ന കേരള കലാസാംസ്കാരിക വേദി സംഘടനയുടെ 5ാമത് വാർഷികാഘോഷം ഡിസംബർ 22 ഞായറാഴ്ച 3 മണിക്ക് വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5 മണിക്ക് നടത്തുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ സീരിയൽ താരം മാളവിക വെയിൽസ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത മോഡലും നടനുമായ സനൽ കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മണപ്പുറം CEO VP നന്ദകുമാർ ധനസഹായ വിതരണം നടത്തും. അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും. തുടർന്ന് ദൃശ്യവിസ്മയം കാഴ്ചവെക്കുന്ന നൃത്യങ്ങളും വൈകിട്ട് 7 മണിക്ക് സിനിമ സീരിയൽ നാടക പ്രതിഭകളായ ലിഷോയ്, സിദ്ധരാജ്, ഷൈജൻ ശ്രീവത്സം തുടങ്ങിയവർ അഭിനയിക്കുന്ന ഇതിഹാസ നാടകം ഊരുഭംഗം അരങ്ങേറും. ചെയർമാൻ ലിഷോയ്, കോർഡിനേറ്റർ രാജൻ വേളേക്കാട്ട്, സിദ്ധരാജ്, സജിത സതീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങണിശ്ശേരി KICB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധമുള്ള ഹൈക്കോടതി മാർഗരേഖയ്ക്ക് സുപ്രീം കോടതി സ്റ്റേ. ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് ജസ്റ്റിസ് നാഗരാജ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നാട്ടിക ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.